സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമ്മുടെ പച്ചക്കറി ചെടികളെ നശിപ്പിച്ച് കളയുന്ന ഒരു രോഗമാണ് വെള്ളീച്ച. ചെടികളുടെ ഇലകളുടെ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണില്ല. എന്നാൽ ഇലയുടെ അടിവശത്ത് നോക്കിയാൽ ഒരു വെളുത്ത കളറോടുകൂടി പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കീടമാണ് ഈ വെള്ളീച്ച. പച്ചമുളകാണെങ്കിലും തക്കാളിയാണെങ്കിലും വഴുതനയാണെങ്കിലും എല്ലാ ചെടികളെയും ഈ ഒരു കീടം നശിപ്പിച്ച് കളയാറുണ്ട്. ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഈ വെള്ളീച്ച ശല്യത്തെ എങ്ങനെ ഒഴിവാക്കാമെന്ന്. ശരിക്കും നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഈ വെള്ളീച്ചയെ അകറ്റാനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കീടനാശിനി തയ്യാറാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മുളക് ചെടികളൊക്കെ കണ്ടോ, ഒരു കുഴപ്പവുമില്ലാതെ നല്ല ഭംഗിയായി നല്ല കരുത്തോടെ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ മുമ്പ് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു. ഈ ഒരു കീടനാശിനി തളിച്ചു കൊടുത്തതിനു ശേഷമാണ് ഇതിപ്പോൾ നന്നായി വളരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതിലൊന്നും വെള്ളീച്ചയുടെ ശല്യം കാണാൻ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഈ ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ കീടങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് കണ്ട ഈ മുളക് ചെടിയുടെ ഇലയിൽ ഇതുപോലെ ചെറിയ വെളുത്ത പൊടികളും വെളുത്ത ഈച്ചയെ പോലെ ഇങ്ങനെ വെള്ള പ്രാണികളെയും കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ മുളക് ചെടിയിൽ കാണുന്ന വെള്ളീച്ച. ഇത് ഇലകളും മൊത്തം നിറയെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ജൈവ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വേപ്പെണ്ണയാണ്. ഈ വേപ്പെണ്ണ നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 10 ml എടുക്കട്ടത്. അതായത് 5 ml ഒരു മൂടിയാണെങ്കിൽ 2 മൂടി എടുക്കുക. ഇത് 10 ml ഒരു മരുന്നിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ 10 ml ഇതിലോട്ട് വേപ്പെണ്ണ ഒഴിച്ച് കൊടുത്തു. അളവ് കൂടിപ്പോകരുത്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. അതിവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു 3 ml നമുക്ക് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ആവണക്കെണ്ണ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ 3 ml മതി കേട്ടോ. അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് സോപ്പ് ലായനിയാണ്. ബാർ സോപ്പ് ഉണ്ടെങ്കിൽ ബാർ സോപ്പ് ഒരു 5 ഗ്രാം എടുക്കുക. അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ അയൺ വാഷോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് എടുക്കുന്നത്. ഒരു 10 ml അതും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വേപ്പെണ്ണയും ആവണക്കെണ്ണയും സോപ്പ് ലായനിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിലോട്ടുള്ളൊരു അളവാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ചെടികളൊക്കെ ഉണ്ട്, ഇതിൻ്റെ അളവ് എടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സാക്കി, എന്നിട്ട് വീണ്ടും അതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ വെള്ളവും സോപ്പ് ലായനിയും വേപ്പെണ്ണയും നല്ലപോലെ പതഞ്ഞു വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ചെടികളിൽ തളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് തളിച്ച് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം ഇത് തളിച്ച് കൊടുക്കാനായിട്ട്. ഞാനിത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മഴ ഇല്ലാത്തൊരു സമയത്ത് വേണം കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇലകളുടെ അടിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് തളിച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും വെള്ളീച്ചയുടെ ശല്യം കാണാറില്ല, കൂടുതലും ഇലയുടെ അടിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കിയാൽ തന്നെ അത് കാണുകയുള്ളൂ. ഇലയുടെ അടിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടോ നമ്മൾ എപ്പോഴും നിരീക്ഷിക്കണം. നമ്മൾ നിരീക്ഷണം മാത്രമാണ്
ഇതിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാ എല്ലാ ഇലയുടെ അടികളും ഇങ്ങനെ വെള്ളീച്ച ഉണ്ടെന്ന് കണ്ടാൽ പ്രത്യേകിച്ചും ആ ചെടിയിൽ 2-3 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വെള്ളീച്ചയുടെ ശല്യം കാണില്ല. അങ്ങനെ വെള്ളീച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ ചെടികളിലേക്കും ബാധിച്ച് ചെടികൾ മുരടിപ്പും കുരുടിപ്പൊക്കെ വന്ന് ചെടി ആകെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിന് മുളക് ചെടിക്ക് മാത്രമല്ല തക്കാളിക്കും വഴുതനക്കും വെണ്ടക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളീച്ചയുടെ ശല്യം മാറി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.